ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ ഇതാ മുഖ്യമന്ത്രിക്ക് കത്തയച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഓഹരി കൈമാറ്റത്തിൽ സർക്കാർ വ്യക്തത വരുത്തണമെന്ന് പിണറായി വിജയൻ കത്തിൽ ആവശ്യപ്പെട്ടു. ഓഹരി കൈമാറ്റത്തിൻ്റെ കത്ത് സർക്കാരിന് ലഭിച്ചോ, എന്നാണ് ലഭിച്ചത്, ഇതടക്കമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുന്നത്. വിവരങ്ങളുമായി നൃപൻ ചക്രവർത്തി ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. നൃപൻ, വളരെ ഷാർപ്പായ, ഇതിൽ കൃത്യമായ വി.ഡി. സതീശൻ പല ഘട്ടങ്ങളിലും ഏറ്റവും ഒടുവിലത്തെ വാർത്താ സമ്മേളനത്തിൽ ഒഴിഞ്ഞു മാറിയ പല ചോദ്യങ്ങൾ, അതിലേക്ക് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് വിരൽ ചൂണ്ടുന്നത്. കത്ത് ലഭിച്ചോ, എന്നാണ് കത്ത് ലഭിച്ചത്, അടക്കമുള്ള കാര്യങ്ങൾ. തീർച്ചയായും അജിംഷാദ്, ഈ അദാനിയുടെ ഈ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം നിലനിൽക്കുമ്പോൾ അത് സംബന്ധിച്ച നിയമപരമായ കാര്യങ്ങളും സർക്കാർ നടപടിക്രമങ്ങളും അദാനി പാലിച്ചിട്ടുണ്ടോ എന്ന ഏറ്റവും നിർണായകമായ ചോദ്യങ്ങളാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവ് ഔദ്യോഗികമായി കത്തയച്ചത്. അതിന്റെ പകർപ്പാണ് ഇപ്പോൾ കൈരളി ന്യൂസ് പ്രേക്ഷകർക്ക് മുന്നിൽ പങ്കുവയ്ക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉന്നയിക്കുന്ന വിഷയങ്ങളാണ്. അദാനി കമ്പനി സർക്കാരിന് ഇത് സംബന്ധിച്ച് ഓഹരി കൈമാറുമായി ബന്ധപ്പെട്ട് കത്ത് നൽകിയിട്ടുണ്ടോ, ആ കത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ അത് എന്നാണ് ആ കത്ത് നൽകിയത്, ഒപ്പം തന്നെ പുതുക്കിയ കത്ത് അതിനുശേഷം ഈ വിവാദങ്ങളുടെ അടിസ്ഥാനത്തിൽ പുതുക്കിയ കത്ത് നൽകിയിട്ടുണ്ടോ, അത് സർക്കാരിൽ നിന്ന് മുഖ്യമന്ത്രിയിൽ നിന്നോ അത് സംബന്ധിച്ച പ്രതികരണം നാളിതുവരെ ഉണ്ടായിട്ടില്ല. എന്നാണ് കത്ത് നൽകിയത്, കത്തിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്, പുതുക്കിയ കത്തിൽ പറയുന്നത് സർക്കാരിന്റെ നിർദ്ദേശം അനുസരിച്ചാണോ, അത്തരം കാര്യങ്ങൾ പിണറായി മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ ചോദിക്കുന്നു. ഒപ്പം തന്നെ അദ്ദേഹം ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇത് നടപടി കൈമാറ്റ നടപടി സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് സമീപിക്കുകയും ചെയ്ത നടപടിയിൽ അതൃപ്തി അറിയിച്ച്, അതായത് ഇത്തരത്തിൽ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അതൃപ്തി അറിയിച്ചു എന്നാണ് പരാമർശം ഉണ്ടായിട്ടുള്ളത്. എന്നാൽ തുറമുഖ വകുപ്പോ സർക്കാരിനെ പ്രതികരിച്ച് ചീഫ് സെക്രട്ടറിയോ ഔദ്യോഗികമായോ രേഖാമൂലം അദാനി കമ്പനിയെ എതിർപ്പ് അറിയിച്ചിട്ടുണ്ടോ എന്നതാണ്. അത് സംബന്ധിച്ച് നിയമപരമായ നടപടി സ്വീകരിക്കാൻ ഫയലിൽ എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് വ്യക്തമാക്കുകയോ വിഷയത്തിൽ നിയമോപദേശം തേടിയിട്ടുണ്ട്. കാരണം ഇത് സ്വാഭാവികമായും അത്തരത്തിലൊരു നിയമലംഘനം നടത്തിയാൽ സർക്കാരിന്റെ അതൃപ്തി അറിയിക്കുക മാത്രമല്ല ചെയ്യുന്നത്, രണ്ട് കമ്പനികൾ, പ്രത്യേകിച്ച് സർക്കാരിന്റെ ഓഹരിയുള്ള ഒരു കമ്പനി മറ്റൊരു കമ്പനിയിലേക്ക് അതിന്റെ 26% മുകളിലേക്ക് ഓഹരി കൈമാറ്റം ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചട്ടങ്ങളും നിയമപരമായിട്ടുള്ള കരാറും അനുസരിച്ച് സർക്കാരിനെ അറിയിക്കേണ്ട ബാധ്യത അദാനി കമ്പനിക്കുണ്ട്. അത് പാലിക്കാത്തത് കൊണ്ട് തന്നെ ഇത് നിയമ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമോപദേശം സ്വീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഓഹരി കൈമാറ്റ നടപടികളുമായി ബന്ധപ്പെട്ടായിട്ടുള്ള കരാർ ലംഘനം സ്റ്റോക്ക് എക്സ്ചേഞ്ച് അധികാരികളെ അറിയിക്കാൻ സർക്കാർ തയ്യാറായിട്ടുണ്ടോ തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് പിണറായി വിജയൻ ചോദിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഇതിന്റെ ലാഭവുമായി ബന്ധപ്പെട്ട് അദാനിയുടെ ഇൻവെസ്റ്റ്മെന്റും സർക്കാരിന്റെ ഇൻവെസ്റ്റ്മെന്റും ഉണ്ട്. അതിന്റെ ലാഭവിഹിതം നൽകുന്നതിന് വേണ്ടി നേരത്തെ കരാറിൽ ഒപ്പിട്ടിട്ടുണ്ട്. ആ കരാറുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള ലംഘനം ഉണ്ടാകുമോ, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയാണ് വ്യക്തമാക്കേണ്ടത്. സാധാരണ വിഴിഞ്ഞം കരാറുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആരംഭിക്കുമ്പോൾ തന്നെ സർക്കാരും അദാനി കമ്പനിയുമായി ഉണ്ടാക്കിയ കരാറുണ്ട്. അത് ലാഭവിഹിതം ലഭിക്കുന്നത്, അത് സംബന്ധിച്ച എത്ര വർഷത്തിന് ശേഷമാണ് സർക്കാരിന്റെ ലാഭം ലഭിക്കുക, ഇതിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ, ഇത്തരം കരാറിൽ ഏതെങ്കിലും തരത്തിലുള്ള ലംഘനം, നിലവിൽ അദാനിയും ഈ ഓഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ, ഭാവിയിൽ ഈ വിഴിഞ്ഞം വരുമാനവുമായി ബന്ധപ്പെട്ട് സർക്കാർ എന്തെങ്കിലും ഭവിഷ്യത്തുണ്ടാകുമോ, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നിയമപരമായ പരിശോധന നടത്തിയിട്ടുണ്ടോ, അത് മുഖ്യമന്ത്രി എന്ന നിലയിൽ, പ്രത്യേകിച്ച് തുറമുഖ വകുപ്പ് കൈയാളുന്ന മന്ത്രി എന്ന നിലയിൽ ഇത് സർക്കാരിന് വ്യക്തമാക്കേണ്ടതുണ്ട്. കേവലമായി സർക്കാരിന്റെ അതൃപ്തി അറിയിച്ചാൽ മാത്രം കഴിയുന്നതല്ല, ഇത് സംബന്ധിച്ച് ജനങ്ങളോട് വ്യക്തമാക്കാനുള്ള ബാധ്യത ആദരണീയനായ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കുണ്ട്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇക്കാര്യത്തിൽ സമഗ്രമായ കത്ത് നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസത്തോടെയാണ് കത്ത് നൽകിയ കത്തിന്റെ വിശദാംശങ്ങളാണ് കൈരളി ന്യൂസ് പുറത്തുവിടുന്നത്. അജിംഷാദ്.